ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് ടോറസ് സൺ സൈൻ, ടോറസ് മൂൺ സൈൻ, ടോറസ് അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നക്ഷത്ര സൈനും വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ നക്ഷത്ര സൈൻ ഇടവമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. നിങ്ങൾ എത്രയും വീഡിയോസിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് ഇടാൻ പറ്റുക. അപ്പോൾ എത്രയും ആവണച്ചാൽ അത്ര ഫ്രീക്വൻ്റ്ലി കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ടോറസ് എന്താണ് മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ് എന്താണ് നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് വരണേന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി എങ്ങനെയാണ്? കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് 3 ഓഫ് സോഡ്സ്. എന്താണ് ഫ്യൂച്ചർ എനർജി? നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 7 ഓഫ് വാൻഡ്സ്. ചാലഞ്ച് ആയിട്ട് എന്താണ്? നിങ്ങളുടെ ചാലഞ്ച് ആയിട്ട് എന്താണ് വന്നിരിക്കണേ? ചാലഞ്ച് ലവേഴ്സ് ആണ്. അഡ്വൈസ് ഇവിടെ എന്താണ്? അഡ്വൈസ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്. സർപ്രൈസ് ഫാക്ടർ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ്. ഔട്ട്കം നമ്മൾക്ക് നോക്കാം. അപ്പോൾ ടോറസ് ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ആക്ച്വലി ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ പേഴ്സൺ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഏസ് ഓഫ് കപ്സ് എന്താണ് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നു, പേഷ്യൻറ്റ് വിച്ച്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ഹീലിംഗ് എനർജിയിലാണ്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഹീലിംഗ് കാണുന്നുണ്ട്. എന്തോ ഒരു സിറ്റുവേഷൻ വർക്കൗട്ട് ആവാണ്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് എനർജി കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണോ. എന്തോ ഒരു സിറ്റുവേഷൻ, പാസ്റ്റ് സിറ്റുവേഷനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കണത്. ഇവിടെ എന്താണ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ കുറേ ഒരു ബേർഡനിങ് സൈക്കിളായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. കുറേ ബേർഡൻസ് ഉണ്ടായിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, കുറേ വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഇപ്പോൾ എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ ഇപ്പോൾ വേഗം തീരാൻ പോകുന്നുണ്ട്. ആ സമയം ക്ലോസ് ഔട്ട് ആവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന സമയം കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പാസ്റ്റിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടു നിങ്ങളുടെ ജോലിയിൽ, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ അതുമാതിരി ഔട്ട്കം വന്നില്ല. നിങ്ങൾക്ക് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. മേ ബി ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഒരു ജോബ് പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് കാണാണ്ട് ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അങ്ങനത്തെ ഒരു പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. ഈ പേഴ്സൺ കുറേ ഒരു പാഷനറ്റ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ പറഞ്ഞാൽ നിങ്ങളും ഈ പേഴ്സണിൻ്റെ ഇടയ്ക്ക് കുറേ ഒരു അട്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ
എവിടെയോ ഇവിടെ ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങളിപ്പോൾ പാസ്റ്റിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്താ ഫ്യൂച്ചർ ഉള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചോദ്യം. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ? എന്താ വെച്ചാൽ ഒന്നും മുമ്പോട്ട് പോകണ്ടായിരുന്നില്ല, മുമ്പോട്ട് പോകണ്ടായിരുന്നു, പക്ഷെ ചില ബ്ലോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഈ മാസം ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്, 3 of Swords. അപ്പോൾ 3 of Swords ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ചെയ്യണോ, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്യണോ. അതിൻ്റെ കാരണം നിങ്ങൾ കുറേ ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് അങ്ങനെ വേറെ ആൾക്കാരുടെ കൂടെ മീറ്റ് ചെയ്യാൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാനുള്ള ഒരു മനസ്സില്ല. അതുകൊണ്ട് നിങ്ങൾ തനിച്ച് കാര്യങ്ങൾ ചെയ്യണോ. നിങ്ങളുടെ സോഷ്യൽ ലൈഫ് അത്രയൊന്നും ഈ മാസം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഹീലിംഗിലാണ്. നിങ്ങളും ഏതൊരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷനും ഉണ്ട്, 3 of Cups. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാരണമായിരിക്കാം ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായി. ഇപ്പോൾ ഫ്യൂച്ചറിൽ 7 of Wands ഉണ്ട്. ഫ്യൂച്ചറിലും ചില ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് വരുന്നുണ്ട്. എന്താണ് ഈ ബ്ലോക്സ് ഉള്ളത്? 3 of Wands. അപ്പോൾ എവിടെയോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്, ഈ സിറ്റുവേഷൻ മാറും, എൻ്റെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവും, എന്തോ ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. ആദ്യം ഇങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജി ആൻഡ് കാര്യങ്ങൾ മുമ്പോട്ടും പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, കുറേ ട്രാവൽഡ് എനർജി ഉണ്ട്. ചിലവരെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണോ. ഇത് ജോബ് റിലേറ്റഡ് ആവാം, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആവാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്, കുറേ പ്രോഗ്രസ് ഞാൻ കാണുന്നുണ്ട്, കുറേ ക്ലാരിറ്റിയും ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. എന്താ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അറിയാം, ഫ്യൂച്ചർ ആവുമ്പോഴേക്കും കുറച്ച് സമയം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ ലൈഫിൽ ചിലവർക്ക് തിരിച്ചു വരാനുള്ള ആ ചാൻസ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണ്ട. അപ്പോൾ ചിലവർ തിരിച്ചു വന്നാലും നിങ്ങൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കണേ. ഓക്കെ, മുമ്പത്തെ മാതിരി അത്ര ഇമോഷണൽ അല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം റിലേഷൻഷിപ്പ് തന്നെയാണ്, ലവേഴ്സ്. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ. ഈ സിറ്റുവേഷനെ എൻഡ് ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്, ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചോയ്സ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ പോണത് ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറേ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്താ ആ ഡിസിഷൻ എടുക്കണ്ടേ, ഞാൻ ശരിയായ ഡിസിഷനാണോ എടുക്കണത്, അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് ഉണ്ട് മനസ്സിൽ. 8 of Pentacles ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണേ. നിങ്ങളുടെ ഈ സമയത്ത് എന്താ വെച്ചാൽ നിങ്ങളുടെ കുറേ ഈ ഓവർ തിങ്കിങ് എനർജി ഉണ്ട്. അപ്പം അത് കരിയറിൽ നിങ്ങളുടെ ഫോക്കസ് ഇട്ടാൽ, അവിടെ നിങ്ങൾ എനർജി ഇട്ടാൽ കുറച്ചുകൂടിയും ഒരു ഡിസ്ട്രാക്ഷൻ ആവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അത്. അപ്പോൾ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറയണു. 10 of Wands ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഡിഫിക്കൾട്ട് സമയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് തീരാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇത് 10 of Pentacles ആയിരുന്നു. ഇത് കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ് ആക്ച്വലി. ഓക്കെ, ഓവറോൾ എനർജി ഇത് 10 of Wands ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഒരു ചീത്ത സമയം ഉണ്ടായിരുന്നു, അതിപ്പോൾ തീരണു. 3 of Pentacles. നിങ്ങൾക്ക് വേണ്ട മാതിരി ഹെൽപ്പും ഉണ്ടാവും, വേറെ ആൾക്കാർ, വേറെ ഫ്രണ്ട്സ്, ഫാമിലി, അവരൊക്കെ നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ Queen of Pentacles ഉണ്ട് ഇവിടെ, Queen of Wands ഉണ്ട് ഇവിടെ ഹിഡൻ ഫാക്ടറായിട്ട്. അപ്പോൾ Queen of Wands ആദ്യം ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ ചിലപ്പോൾ റീകൺസൈൽ ചെയ്യാൻ നോക്കും. ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ആണ്. സർപ്രൈസ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് അറിയില്ല, സഡൻലി ആണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോണത് ഫെബ്രുവരിയിൽ. ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ഷോക്കായി പോവും. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ ആയിരുന്നു ഈ എൻഡിങ് ഉണ്ടായേ, ഇപ്പോൾ ആദ്യം ഈ പേഴ്സൺ തിരിച്ചു വരണു. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് Ace of Pentacles. ഒരു സ്റ്റേബിൾ ഓഫർ വരാൻ പോകുന്നുണ്ട്, ഒരു ലോങ് ടേം ഓഫർ. ഇതൊരു പുതിയ തുടക്കമാണ്. കുറേ സ്റ്റെബിലിറ്റി കൊണ്ടുവരണ എനർജിയാണിത്. കുറേ പാഷൻ ഉള്ള എനർജിയും കാണാനുണ്ട്. അപ്പോൾ ഇവിടെ 2 ഓഫേഴ്സ് ഉണ്ട്. ഒരു ഓഫർ കുറേ സ്റ്റേബിൾ ആണ്, മറ്റേത് കുറേ പാഷനറ്റ് ആണ്.
8 ഓഫ് സോഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായി ഓപ്ഷൻ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ 2 ആൾക്കാർ വരുന്നുണ്ടാവും, ഒരു പാസ്റ്റ് പേഴ്സൺ, ഒരു പുതിയ പേഴ്സൺ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ഓഫ് വാൻസ്, ആ ഫയർ സൈൻ ആദ്യം ഇവിടെ കാണാണ്ട്, പക്ഷെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പാസ്റ്റ് പേഴ്സൺ. എന്താ വെച്ചാൽ അവരുടെ എനർജി കുറേ ഇൻ ആൻഡ് ഔട്ട് ആണ്. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കണം. ടോറസ്, ഈ പേഴ്സൺ തിരിച്ചു വന്നാലും നിങ്ങൾ കുറേ ടെംപ്റ്റഡ് ആവും ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോവാൻ. പക്ഷെ അവരുടെ ഓഫർ ഒരു സ്റ്റേബിൾ ഓഫർ അല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉള്ളൂ. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു കൺഫേംഡ് ഇത് പറയാൻ പറ്റില്ല, ഔട്ട്കം പറയാൻ പറ്റില്ല. അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കണ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫ്. പിഗ്, ബിവെയർ ഓഫ് ഗ്രീഡ്. ഫ്ലൈ, എ പീരിയഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഡിപ്രഷനും ഉണ്ടാവും ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ. ഡാർക്ക് മാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ വിത്ത് ഡാർക്ക് കോംപ്ലെക്ഷൻ ഓർ ഹെയർ. അപ്പം എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണേ? ഒറക്കിൾ മെസ്സേജ് ഇവിടെ പറയണത് കൺക്ലൂഷൻസ് ആർ വിതിൻ റീച്ച്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു കൺക്ലൂഷൻ, ഒരു എൻഡിങ് വരാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി ഫെബ്രുവരിയിൽ എക്ലിപ്സ് സീസൺ ആണ്. ഫെബ്രുവരി ഗ്രഹണം ടെ സമയമാണ്. അപ്പോൾ ആ സമയത്തായിരിക്കും എന്തോ ഒരു എൻഡിങ്, ഒരു കൺക്ലൂഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.